പുലി തന്നെ. അത് ശരി. പുലിന്റെ സൗണ്ട് ഇത് കേട്ട് പറഞ്ഞാൽ നായി കരഞ്ഞിട്ട് ഓടും. ഓടി പറഞ്ഞാൽ 4 ഉണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു വരുന്നത് 3 ആയിരിക്കും. അത് ശരി, ഒന്നിനെ പിടിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഇതാ വാർഡ് മെമ്പറിന്റെ വീട്ടില് വാർപ്പിന്റെ മോളിൽ കയറിയിട്ടാണ് പിടിച്ചിരിക്കുന്നത് പുലി. മാടുകൾ കരയുന്ന സൗണ്ട് കേട്ട് അവർ നോക്കിയിരിക്കുന്നു. നമസ്കാരം, നിസാറാണ്. ഞാനിവിടെ പാലക്കാടുള്ള സീതാർകുണ്ടിലാണ്, കൊല്ലംകോടുള്ള. ഇവിടെ നമ്മളെ പാർക്കിങ്ങിലുള്ള ചേച്ചി ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മളായിട്ട് പങ്കുവെക്കുകയാണ്. പേരെന്തേനു? ഐഷുമ്മ. നിങ്ങളിവിടെ എത്ര വർഷമായി ഇവിടെ പാർക്കിങ്ങിൽ ജോലി ചെയ്യുന്നത്? 4 വർഷമായി. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ എന്നോട് സംസാരിച്ചല്ലോ, ഇവിടെ പുലി, ആന, അതൊക്കെ സംഭവം ഞങ്ങൾ കോഴിക്കോടുള്ള ആളുകളാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കേട്ട വിശ്വാസം ഒന്നും വരില്ല. സംഭവം എന്താ, അതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയാണ്? സത്യാവസ്ഥ പറഞ്ഞാൽ അതപ്പോൾ 3 ദിവസത്തിന് മുമ്പ് ആന വന്ന് ഇവിടുത്തെ വെള്ളം തണുപ്പിച്ച വെള്ളത്തിനെയൊക്കെ തട്ടിമറിച്ച് സോഡ ബാട്ടിൽ പൊട്ടിത്തെറിച്ചപ്പോൾ അത് പേടിച്ച് ഓടിയിട്ട് നമ്മുടെ കമ്പിവേലി ചാടി ഇങ്ങോട്ട് വഴിയിലേക്കാക്കിയിട്ട് അങ്ങോട്ട് മുകളിലത്തതിൽ കയറിപ്പോയി. ഇത് നമ്മ കാലത്താ കാണുന്നത്. കമ്പിവേലിയിൽ സോളാർ കൊടുത്തിട്ടുണ്ട് പറഞ്ഞാൽ നിൽക്കണില്ല. ഇപ്പോൾ എർത്ത് അടിക്കണില്ല. ദിവസം ഒന്നരാടം വന്ന് ഇത് കേടുവരുത്തുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൃഷിക്കാരാണെന്നുള്ള നിലയ്ക്ക് കമ്പിവേലി കെട്ടാനും ഇതിന് മറ്റേ സോളാർ കൊടുക്കാനും തന്നെ സമയം ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ 50 മീറ്റർ 60 മീറ്റർ ചുറ്റളവിൽ പുലി നമ്മുടെ മുറ്റത്ത് തന്നെ കരടി വന്നിട്ടുണ്ട്. അതെ, ഒരാഴ്ചന്റെ മുമ്പും കൂടെ കരടിനെ ഞങ്ങൾ കണ്ടു. അതെ. നിങ്ങളെ നായിനെ എന്തെങ്കിലും കൊണ്ടുപോയത്? നായിനെ കൊണ്ടുപോയിട്ട് 3 മാസമാകും. പുലിയെ കൊണ്ടുപോയത്? പുലി തന്നെ. പുലിന്റെ സൗണ്ട് ഇത് കേട്ട് പറഞ്ഞാൽ നായി കരഞ്ഞിട്ട് ഓടും. ഓടി പറഞ്ഞാൽ 4 ഉണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു വരുന്നത് 3 ആയിരിക്കും. ഒന്നിനെ പിടിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഇതാ വാർഡ് മെമ്പറിന്റെ വീട്ടില് വാർപ്പിന്റെ മോളിൽ കയറിയിട്ടാണ് പിടിച്ചിരിക്കുന്നത് പുലി. മാടുകൾ കരയുന്ന സൗണ്ട് കേട്ട് അവർ നോക്കിയിരിക്കുന്നു. ഫോറസ്റ്റുകാരൊന്നും വേണ്ട രീതിയിലുള്ള ഇടപെടലുകളില്ല. ഇതപ്പോ കാളികൊളമ്പ് പറയുന്ന സ്ഥലത്ത് ഒരു കൂട് വെച്ച് 2 കൂട് വെച്ചിട്ട് ഒരു കൂട്ടിൽ നിന്ന് പെട്ടു. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ദൂരം തന്നെ ഉള്ളൂ. പെട്ടു. ഇനിയിപ്പോ അതേപോലെ ഇനി ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ട് നമ്മ അവരെ കൊണ്ട് വിളിച്ച് പറയണം. അതല്ല, ഈ ഫോറസ്റ്റുകാർ പുറത്തുള്ളതിനൊക്കെ പിടിച്ചതിനുള്ളിൽ കൊണ്ടിടുന്നുണ്ടോ ഇവിടുത്തെ കാട്ടില്? അത് അല്ലാണ്ട് പിന്നെ ഈ സാധനങ്ങൾ വരില്ലല്ലോ. പുറത്തുള്ളതിനെ ഒരു ദിവസം തന്നെ 2 ഭാഗത്ത് 2 നായിനെ ഒരേ സമയത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പൊ 2 എണ്ണമൊക്കെ ഉണ്ടാവുമല്ലോ. ഉണ്ട്. നമ്മുടെ വീട്ടിന്റെ 100 മീറ്റർ അകലെ ഒന്നിനെ കൊണ്ടുപോയി. അന്ന് 12 മണിക്ക് തന്നെ ഈ മെമ്പറിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ ആ മൊത്തം കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങാൻ അടക്കം പേടിയാണ്. പേടിയാണ്. ഒറ്റയാനൊക്കെ വരുന്നുണ്ടല്ലേ? ഒറ്റയാനയും വരും, കൂട്ടത്തോടെയും വരും. കരടി, പുലി, എല്ലാ സാധനവും ഉണ്ട്. അപ്പൊ ഇവിടെ കമ്പിവേലി കെട്ടിയതിനെ കൊണ്ടൊന്നും വലിയ ഗുണമൊന്നുമില്ലാന്നാണ്. ഇല്ല. ഇപ്പൊ ഫോറസ്റ്റുകാരും കെട്ടിയിട്ടുണ്ട്, തൂക്ക് പെൻസിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ വൈകുന്നേരം അതൊക്കെ ഉടച്ചു വന്നാൽ ഇതാണ്. ഏകദേശം എത്ര മണിക്കാ വരുന്നത്? 12 മണി 11 മണിക്ക് രാത്രി. 5 മണിയാകുമ്പോൾ എനിക്ക് ഇവിടുന്ന് സ്ഥലം കരിയാവും. ആനയൊക്കെ. അത് ശരി. പട്ടികളൊക്കെ അങ്ങനെ കുറച്ചിട്ട് മുടിക്കും. മുടിക്കുക, കുറച്ച് ദൂരം പോയാൽ തിരിഞ്ഞ് മുടുക്കണം. ശരി. പക്ഷെ ഇത് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഭയങ്കര ഒരു ഭീഷണിയല്ലേ? ധൈര്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ. 15 കൊല്ലത്തിന് മുമ്പാണ് ഫസ്റ്റ് ഇറങ്ങിയതാന. ഞങ്ങൾ പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ല. ശരി. ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കാരുടെ വീട്ടിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അന്നില്ലാന്ന് പറഞ്ഞവരെ വീട്ടില് ഇവിടെ ആകെ ഉള്ളതേ ആന തന്നെ എന്നാ പറയുന്നത്. ശരി. അപ്പൊ വളരെ ഡേഞ്ചർ ആണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ അല്ലേ? അപ്പം പ്രിയമുള്ളവരെ, നമ്മളെ ആയിഷുമ്മ പറഞ്ഞു കേട്ടല്ലോ, അവരനുഭവമാണ്. അവരെ വീട്ടിൽ വളർത്തുന്ന നായിനെ പുലി കൊണ്ടുപോയി. പിന്നെ ഈ ആന വന്നിട്ട് അവരെ പാർക്കിംഗ് സ്ഥലത്ത് ഉള്ള കച്ചവടം ചെയ്യുന്നൊരു ചേച്ചിയുണ്ട്, മാങ്ങ കച്ചവടമൊക്കെ ചെയ്യുന്നത്. അവിടെ ഞാൻ തണുത്തുള്ളം കിട്ടുമോ നോക്കിയിട്ട് പോയതായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു തണുത്തതില്ലാന്ന്. അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഐസ് ബ്ലോക്ക് ഒരു ഇതിലാക്കിയിട്ട് പെട്ടിയിലാക്കിയിട്ട് ഇങ്ങ് വെച്ചാൽ പോരായിരുന്നു, അതിൽ കുറച്ച് കുപ്പിയിട്ടിട്ട് തണുക്കൂലേന്നൊക്കെ ചോദിച്ചു നോക്കി. അപ്പോൾ അവർ പറഞ്ഞ് ഉണ്ടായിരുന്നു, പക്ഷേ അത് ആ തെർമോക്കോളിൻ്റെ ബോക്സ് ഉണ്ടായിരുന്നു, അത് ഈ കണ്ടില്ലേന്ന് വെച്ച് നോക്കുമ്പോൾ എന്താ, ആന വന്നിട്ട് ഒക്കെ നശിപ്പിച്ചു. ആ ഷോപ്പാണ്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഷോപ്പ്. മാങ്ങ കച്ചവടവും വെള്ളവും സർബത്തൊക്കെയാണ് ഇവിടെ മെയിനായിട്ട്. നമ്മൾ ആസ്ഥാനത്ത് തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട് പാർക്കിംഗ് പൈസ വാങ്ങാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴുള്ള സൈറ്റൊക്കെ എന്ന് പറയുകയാണെങ്കിൽ നല്ല സൈറ്റാണ്. നല്ല അടിപൊളി പ്രകൃതി ഭംഗിയുള്ള സൈറ്റാണ്. 2 ഭാഗം വയൽ, നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഇത് പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ വണ്ടി വെച്ചിട്ട് നമ്മളത് ആ സൈഡിൽ കൂടെ അങ്ങോട്ട് പോകണം. വലിയ മലകളും നീരുറവുകളും നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണ് ഇവിടെ. ഞാൻ പിന്നെ പേടിച്ചിട്ടൊന്നുമില്ല മരക്കാർ തന്നെ ഒന്നിരിക്കുന്നത്. പുറത്ത് ഭയങ്കര മഴ, അപ്പോൾ പിന്നെ പുറത്തുനിന്നിട്ട് വെറുതെ നനയണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ആയിസ്താത്ത പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അത് വിചാരിച്ചിട്ട് ആരും ഇങ്ങോട്ട് വരാണ്ടിരിക്കരുത്. ഇങ്ങോട്ട് വന്നോളി, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം. 4 ഭാഗവും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നാവും. ഓക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.